നമസ്തേ നമസ്തേ. ഇത്ര ബഹുമാനമൊന്നും വേണ്ട കേട്ടോ. എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ സൗണ്ട് എന്നെ ഫെമിലിയർ എന്നറിയോ? ഞാൻ സാബുനെ ശരിക്കും അധികം ഒരുപാടൊന്നും സ്ഥലത്ത് വെച്ച് കണ്ടിട്ടില്ല, 1-2 പ്രാവശ്യം. പക്ഷേ സാബു എനിക്ക് അന്യതുമല്ല. എന്നാന്നറിയോ, എൻ്റെ പിള്ളേര് ഏത് നേരവും സാബുവിൻ്റെ ഓരോ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഈ വോയിസ് എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. അന്യനായിട്ട് ഒരിക്കലും എനിക്ക് തോന്നുകയില്ല. എൻ്റെ പിള്ളേർ ഭയങ്കര ഫുഡീസാണ്. അതുകൊണ്ട് സാബുവിൻ്റെ വീഡിയോസ് കാണും. ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് ജോലി തരരുത്. എന്താണെന്നറിയോ, എനിക്ക് ജോലി തരരുതെന്ന് പറയാൻ കാര്യം ബാക്കി പലരും പറയുന്നത് കണ്ട് കൊതിച്ചിരിക്കാന്നല്ലാണ്ട് വേറെ വഴിയില്ല. അല്ല, ഇവന്മാർ കാണുന്ന എത്ര മണിക്കാന്ന് ചോദിച്ചാൽ ഞാൻ അടുക്കള ഇങ്ങോട്ട് പൂട്ടി രാത്രി കാണുമ്പോഴാണ് അമ്മേ ഇതൊന്നും ഉണ്ടാക്കിയാലോ. അന്നേരം ഞാൻ പറയും എന്റെ സാബുനെ എന്നെ കൈ കിട്ടിയാ നോക്കി, ഇന്ന് 2 അടി വെച്ചു ചെറിയൊരു അടി തന്നു വിടും. പക്ഷെ ഭക്ഷണം ആയതുകൊണ്ട് ഞാൻ അടിക്കുകയല്ല. സന്തോഷം. നമ്മളൊരു പിള്ളേർ പഠിക്കുക, കോളേജ് കഴിയുക, ഡിഗ്രീസ് എല്ലാം കഴിയുമ്പോൾ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ മക്കളില്. ആ തലയാട്ടലിൽ എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായി അല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മനസ്സിലായല്ലോ. അതെ, അത് ഞാനൊരു അമ്മയായോണ്ടായിരിക്കും കൂടുതലും ആ ഒരു ചോദ്യം വരുന്നത് അല്ലേ. അപ്പൊ ഒരു ജോലി എന്ന് പറയുന്ന സാധനം ആണോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ? അത് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയർമാർക്ക് പിന്നെ എന്തോ ആവാന്നാണ്, ഡോക്ടർ അല്ലാത്ത എന്തോ ആവാം. അങ്ങനെയാണ്. ഇനി ഡോക്ടറേറ്റ് വേണമെങ്കിൽ എടുക്കാം, അപ്പൊ DR വെക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് പ്രൊഫഷനും എന്താണ് ഇവിടെ എഞ്ചിനീയർമാരാവാത്ത ഒരു പ്രൊഫഷനും ഇല്ല. അപ്പൊ ഇത് കഴിഞ്ഞ് ഒന്നാമത് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 2013 എഞ്ചിനീയറിംഗ്. ഞാൻ ഓട്ടോമേഷൻ കമ്പനി, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. ഇതിന്റെ കൂടെ തന്നെ ഈ ട്രാവലിങ്ങും പരിപാടികള്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? യാത്ര ചെയ്യാനല്ല, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം. യാത്ര ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പൊ ഒരു 12 ദിവസം ദുബായ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലം പോലും ഞാൻ പോയി കണ്ടില്ല ഭക്ഷണമുള്ള സ്ഥലം അല്ലാണ്ട്. ബുർജ് ഖലീഫയിൽ കയറി, അത് അവിടെ കയറി ഭക്ഷണം കഴിക്കാനാണ്. അല്ലാണ്ട് ട്രഡീഷണൽ കൾച്ചർ ഫുഡ്, കൾച്ചറൽ ഫുഡ് അല്ലാണ്ട് ഫുഡുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പൊ അന്നും നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോ വീട്ടുകാർ സത്യം പറഞ്ഞാൽ ഭയങ്കര കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. ഒട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അമ്മയുടെ സ്ഥാനത്ത് ചോദിക്കാതോ മനസ്സിലാവുമല്ലോ. കാരണം എന്തൊരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് ഉണ്ട് സ്റ്റിൽ, അതിലൊന്നും ശ്രദ്ധ ഇല്ലാണ്ട് ഇതിന്റെ പേരും ഒഴിഞ്ഞു മാറുമ്പോ ഏതൊരു അപ്പനും അമ്മയ്ക്കും ഉള്ളിൽ വരുന്ന ഒരു തീ അല്ലെ, അതാണ് എനിക്ക് വന്ന് തെറ്റിദ്ധരിക്കരുത് തന്നെ. പക്ഷെ അതെന്റെ സപ്പോർട്ട് ചെയ്തുള്ള എന്റെ വൈഫായിരുന്നു. വൈഫ് തുടക്കം മുതലേ എന്തോ ഭയങ്കര സപ്പോർട്ട്, എന്തൊക്കെ ആയി തീരും എന്നുള്ളൊരു പ്രതീക്ഷ വൈഫിന് ഉണ്ടായിരുന്നു. ഈ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു അപ്പന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക, നമുക്ക് അതിനുള്ള ഇൻകം ഉണ്ടാവുമോ? സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഞാനിത് പക്ക എൻ്റെ ഒരു ഹോബി എന്നുള്ള പോലെയാണ്. പാഷൻ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഹോബിയാണ്. ആരെങ്കിലും ഒരാൾ ഇന്ന സ്ഥലത്ത് നല്ലൊരു ബീഫ് കിട്ടും, പൊറോട്ട കിട്ടും എന്ന് പറയുമ്പോൾ കൊതി മാത്രമല്ല, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനത്തെയാണ് ഇതൊരു തരം. അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മളൊരു ടിക്ക് ചെയ്ത പോലെ ഒരു സാധനം അച്ചീവ് ചെയ്തു എന്നുള്ളത്, അതായിരുന്നു മെയിൻ. അപ്പോ നമ്മള് ഫുഡിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങുന്നത്. ഈ തുടങ്ങിയിട്ട് തന്നെ അന്ന് പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതോ ഫുഡ് കഴിക്കാനുള്ള പൈസ കളയാന്നല്ലാണ്ട് ഇങ്ങോട്ട് ഒന്നുമില്ല. ഇപ്പൊ പലരും നമുക്ക് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് വരുമായിരുന്നു. അപ്പൊ അപ്പോഴും ഞാൻ വിചാരിച്ചത് ഇല്ല, ഇതെന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, അപ്പൊ അതിന്റെ പൈസ വേണ്ട എന്നുള്ളത്. പക്ഷെ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി പലരും നമ്മളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മളിതിന് നമ്മളെ ടൈം ഇടുന്നുണ്ട്, എഫേർട്ട് ഇടുന്നുണ്ട്, നമുക്ക് ചെലവുണ്ട്, ഒന്നുമില്ല. അപ്പോ ഈ രീതിയിലോട്ട് മാറി. അപ്പോഴും ഞാൻ തീരുമാനിച്ചൊരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണം ഞാൻ പ്രൊമോട്ട് ചെയ്യൂല. ഈ സാധാ റെസ്റ്റോറൻറ്റുകൾ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കിട്ടുന്ന ഭക്ഷണമായിരിക്കില്ല ഒരു പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ കിട്ടുന്നത്. അവിടുത്തെ ഷെഫുമാരൊക്കെ മാറിയിട്ടുണ്ടാവും, അവിടുത്തെ പലതും മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് കൂടുതൽ ബ്രാൻഡഡ് പ്രൊഡക്ട്സ്, അത് വെച്ചുള്ള കുക്കിംഗ് വീഡിയോ അങ്ങനത്തെ ചെയ്യാനാണ് കൂടുതൽ. കോളേജ് ലൈഫിലാണ് ഇത്രയും ഫുഡി ആയത്. കുഞ്ഞുനാൾ മുതലേ ഫുഡിയാണ്. കാരണം അത് എന്റെ ഗ്രാൻഡ് ആണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അമ്മമ്മ, അതായത് എന്റെ അച്ഛൻ്റെ അമ്മ കൊച്ചുമോൻ ഇഷ്ടമുള്ളത് മാത്രല്ല, അമ്മമ്മയും ഭയങ്കര ഫുഡിയാ. നമുക്ക് വേണ്ടിയിട്ടല്ല, ആള് രാത്രി കിടക്കാൻ പോകുമ്പോൾ പറയും നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം എന്ന് ആള് പറയും. അത് വേണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ലഞ്ചിന് എന്ത് വേണം, ലഞ്ചിന് ആവുമ്പോഴേക്കും ഈവനിങ് ചായ എന്ത് വേണം. ഇങ്ങനെ ഭയങ്കര ഫുഡിയായിരുന്ന ആള്. പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്തല്ലേ? Let's cook with love.